ദേവർമ്മ എന്ത് പറയുന്നു? ഹി ഈസ് സിംഗിങ് ദ സെയിം സോങ്. അയാൾ അഡ്വാൻസ് വാങ്ങി. ഒരു അമേരിക്കൻ അച്ഛൻ എസ്റ്റേറ്റ് വാങ്ങാൻ പോണം. ദ തിങ് ഈസ് Shut up. എങ്ങനെ ഇരിക്കും ആള്? കണ്ട ഒരു വിദ്യ പോലെ ഇരിക്കും. ദാ ഇതുപോലെ. സ്റ്റോപ്പ്. അയാളെ എവിടെ കിട്ടും? ഇപ്പൊ വിട്ടാ മേട്ടുപാളയത്തിട്ട് പിടിക്കാം. വണ്ടി ഫുൾ ടാങ്ക് റെഡി ഫോർ ടേക്ക് ഓഫ്. കേരള വണ്ടിയില്. ഞാൻ സബ് ഇൻസ്പെക്ടർ തമ്പാനൂർ തമ്പാൻ. ഈ നേരത്തെ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? എന്റെ കണ്ണു വിട്ടിച്ച് ഒരുത്തനും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. വിടമാട്ടയാ? ഇന്നെങ്കിലും ഞാൻ ചോദിച്ച കാശ് എനിക്ക് തരണം. താൻ എന്നെ കാണുമ്പോ വഴിമാറി പോകുന്ന അറിയാവുന്നോണ്ടാ ഞാൻ ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയത്. നമ്പറുകളൊക്കെ ഇനി ഒരുപാട് ഇറക്കേണ്ടി വരും. മേട്ടുപ്പാളയം ശിവകാമി, ദിണ്ടുകൽ കർപ്പകം, ഊട്ടി ഭൈരവി എന്നീ ഭാര്യമാരും എല്ലാത്തിലും കൂടി 5-10 മക്കളും. 25 വർഷത്തെ സർവീസ്, 7 ട്രാൻസ്ഫർ. ശമ്പളം കിട്ടുന്ന 4000 ഉലുവേ ഇങ്ങയുടെ ഭാര്യമാർക്ക് പിച്ചിപ്പ് വാങ്ങിക്കാൻ പോലും തികയില്ല. നീ മിണ്ടരുത്. ജീവ ഒരു 900 രൂപ. അല്ല വേണ്ട, ഒരു 2000 താ. എന്തോ? അല്ല ഒരു 1000 രൂപ. ഓതമ്പാനെ. അല്ല വേണ്ട, ഒരു 500 താ. ഓ ശത്രു, കൊടു. ഇനിയെങ്കിലും ഈ ബ്രാഞ്ചുകളുടെ എണ്ണം ഒന്ന് കുറയ്ക്കുന്നമ്പാനെ. നിർത്തി ജീവ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. ഇനി മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ്. അതുകൊണ്ടൊരു പുതിയ ഭാര്യയെ സ്വീകരിച്ചു. മസനഗുടി മല്ലിക, കൂടെ 2 പിള്ളേരെ ഫ്രീ കിട്ടി. ആരാന്റെ വക 2, എന്റെ വക 1. അതുള്ളേ ഈ മാസം വെളിയിൽ വരും. അതൊക്കെ ഡെയിലി കാശെന്ന് പറഞ്ഞ അടുത്ത് വന്നേക്കരുത്. ജീവ പോലീസാന്ന് ഞാൻ നോക്കൂല, ഫീസ് ചെയ്യാൻ വരും. ജീവ ഇത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. ഇത് എത്രാമത്തെ പ്രാവശ്യം? ഏത് അക്കൗണ്ടിലാണ് ഞാൻ ഇത് കൊള്ളിക്ക? നിന്റെ സവാടക്കിലുള്ള അക്കൗണ്ടില് അതിന്റെ അഡ്വാൻസ് ആണിത്. നീ പോടാ. ചേകന്നൂർ വീരകണ്ഠൻ കർത്താവ് എന്റെ അച്ഛൻ. ഞാൻ നീലകണ്ഠൻ കർത്താവ്. 18 പയറ്റി തെളിഞ്ഞ പാരമ്പര്യമുള്ള കുടുംബം. കാട്ടാനെ വരെ ചൂണ്ടുവർമ്മത്തിൽ നിർത്താൻ കഴിവുള്ളവനാണ് ഈ കർത്താവ്. അതുകൊണ്ട് എനിക്കാരെയും പേടിയില്ല. വർമ്മയുടെ ഈ എസ്റ്റേറ്റ് ഞാൻ തന്നെ വാങ്ങും. എന്ത് പറ്റി? അല്പം വലിവുണ്ടേ, എന്നാലും ശക്തിക്ക് കുറവൊന്നുമില്ല. ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാനാ കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. അത് നന്നായി. ആരെങ്കിലും കണ്ടാൽ നമ്മുടെ മൂത്രമൊഴിക്കാൻ നിൽക്കുന്നേ തോന്നൂ. കർത്താവാണ് എന്റെ എസ്റ്റേറ്റ് വാങ്ങുന്നതെന്ന് നാളെ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ ഒരു ഈച്ച പോലും അറിയരുത്. കാണാൻ 1000 കണ്ണുകളും കേൾക്കാൻ അതിലേറെ കാതുകളുമുള്ളവനാ ജീവൻ. അതെ, എന്നോട് കളിച്ചാലേ ഞാൻ ആളെ വെച്ച് കൊല്ലിക്കും. എന്തെങ്കിലും പൂത്ത പടമുണ്ട്. ഗുഡ്, വെരി ഗുഡ്. ഇത് 5ാമത്തെ ഓർമ്മ വേണം. ഞാൻ ആരാ? പൗലോസേട്ടൻ വെള്ളം അടിച്ചാൽ സ്വന്തം പേര് പോലും പറക്കും. അതല്ല ചോദിച്ചത്, ഞാൻ നിങ്ങളുടെ ആരാന്ന്. ഞങ്ങളെ ശാസിക്കാനും ശിക്ഷിക്കാനും ഒക്കെ അധികാരമുള്ള ഞങ്ങളുടെ സ്വന്തം പൗലോസേട്ടൻ. എന്തിനാ എന്നെ അടിച്ചേ? നീയല്ലേ പറഞ്ഞത് എനിക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ടെന്ന്? ശാസിച്ചത് എങ്ങനെയുണ്ട്? കുടിച്ചാരും കൊണ്ട് അവന് വേദനയില്ല, തരിപ്പുണ്ടാവുള്ളൂ. അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ എവിടെയാ? സ്വർഗത്തില്. ഏത് സ്വർഗത്തില്? മുകളിലെ സ്വർഗത്തിലോ ഭൂമിയിലെ സ്വർഗത്തിലോ? ഭൂമിയിലെ സ്വർഗത്തിന്റെ മുറ്റത്ത് ഒരു മേശയും 2 കസേരയൊക്കെ ഇട്ട് ലാർജും സ്മോളും മാറി മാറി അടിക്കണു. എന്ത്? ഈ സ്വർഗത്തിൽ മാലാകമാരും പിശാചുകളെ കൊണ്ടോ പോലും ചേട്ടാ? ഉണ്ടല്ലോ, മാലാഖയാണ് ഞാൻ. എന്റെ തൊട്ടടുത്ത് ചുവന്ന ബനീനിട്ടിരിക്കുന്ന ആളാണ് പിശാച്. അപ്പൊ ഞാനാരാ? എന്റെ മാലാഖയല്ലാതെ പിന്നെ ആരാ? വർണ്ണ ചിറകുകളും സ്വർണ്ണ തലമുടിയും വെള്ളാരം കണ്ണുകളുമുള്ള ഗബ്രിയേൽ മാലാഖയാണ് നീ. മാലാകമാർക്ക് അച്ഛനും അമ്മയും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ പോലെ അനാഥ ജന്മങ്ങളെല്ലാം മാലാകമാരായിരിക്കേണ്ട ചേട്ടാ. നിർത്ത്. വെള്ളമടിച്ചാൽ നിനക്കിത് പതിവാ. ഈ വിഷയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടിച്ചതിന്റെ കെട്ട് വിട്ടു എന്ന് വെച്ചാ ഞാനൊരു കാര്യം പറയാം. ആ ദേവവർമ്മയുടെ ആളുകളെ തല്ലിയതൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സ്വത്തില്ലേ? ആർക്ക് വേണ്ടിയാ ഇതൊക്കെ വാരിക്കൂട്ടുന്നത്? ഇതിനൊരു അവകാശമുണ്ടോ? നിനക്കൊരു കൂട്ടുണ്ടോ? അതുകൊണ്ടാ ഞാൻ പറയണേ, നിനക്കൊരു കല്യാണം. പഴയ പാട്ട് തന്നെയല്ലേ വീണ്ടും വീണ്ടും പാടുന്നത്? കൂട്ടിനൊരു പെണ്ണിനെ തേടി പോയപ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നോ? എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. പല സ്ഥലത്ത് നാട്ടി പുറത്താക്കിയിട്ടില്ലേ? തല കുനിച്ചല്ലേ നമ്മൾ 3 ആൾ ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുള്ളത്? പെൺപിള്ളേരുടെ തന്തമാര് മുഖത്ത് നോക്കി ചോദിച്ചിട്ടില്ലേ ഉണ്ടായതാർക്കാ, ഉണ്ടാക്കിയതാരാന്നൊക്കെ? ഇത് മാവ് കുഴക്കുന്നേ ഉള്ളോ? മണി 9 ആയല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ആഹല്ലോ, സാറിനെ കാണാതായപ്പോ ഞങ്ങൾ കൊണ്ടുവന്നേന്നുള്ളൂ. എന്നാ തിന്ന്.
അയ്യോ ഇതെന്താ പച്ചമാവ കഴിക്കുന്നേ? ആ ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവ. ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും. അപ്പൊ അത് വയറ്റിൽ കിടന്ന് പൂരി ആയിക്കോളും. നിർത്ത്. അല്ല നമ്മൾ ആരാ മനസ്സിലായില്ലല്ലോ. ഞാൻ തിലോത്തമ്മ. ദേവർമ്മയുടെ എസ്റ്റേറ്റ് വാങ്ങിയത് ഞങ്ങളാ. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. അത്രേ ഉള്ളൂ. ഞാൻ പൗലോസ്. ഇത് ഞങ്ങളുടെ ശത്രു. ശത്രുഘ്നൻ. ഓഹോ, ദാ നിൽക്കുന്ന ആളാണ് ജീവൻ. അപ്പോ ജീവന്റെ ഫാമിലി? അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. സെൻസസ് എടുക്കാൻ വന്നൊന്നുമല്ലോ. ജീവൻ വില പറഞ്ഞ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങിയതിൽ ദേഷ്യം ഉണ്ടാവും എനിക്കറിയാം. ദേവർമ്മ എസ്റ്റേറ്റ് വിൽക്കുന്നെന്ന് പറഞ്ഞു. വിലയും മറ്റു കാര്യങ്ങളും ഒത്തു വന്നപ്പോ ഞങ്ങളത് വാങ്ങി. ഞങ്ങളുടെ ദേഷ്യമൊന്നും തോന്നരുത്. ഒറ്റയ്ക്കാണ്. അല്ല, തിലോത്തമേ, എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ എങ്ങോട്ടാ മതിലാടി നോക്കാൻ വന്നാടി? ആരാ മനസ്സിലായില്ലോ? ഞാൻ കർത്താവ്. എന്റെ ഈശോയെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇപ്പഴേ വരണേ. എവിടെ കുരിശ്? ആ കർത്താവല്ലടോ, ഞാൻ ഇവളുടെ ഭർത്താവ്. പേര് ചേകന്നൂർ നീലകണ്ഠൻ കർത്താവ്. കണ്ടാൽ അവരുടെ അപ്പൻ, സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു. മുത്തശ്ശന്റെ അപ്പനാടാ. ആണുങ്ങളുടെ മണം അടിച്ചപ്പോഴേക്കും നീ വേലിയാടി ഇല്ലടി മൂതവി. നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സഹിക്ക വയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പത്ത് വന്നപ്പോ ആരാടാ ഈ ജീവൻ? ഞാനാ. ഉം? നീ വലിയ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. എന്തെങ്കിലും പൂത്ത കാശിടടാ. പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചോണോ. അയ്യോ, അയ്യോ എന്ത് പറ്റി? ആസ്മയാ. സമാധാനമായി. ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. വരൂ, വരണതിന് വിരോധമില്ല. പക്ഷെ ഒറ്റയ്ക്ക് വന്നാ മതി. കൂടെ ഈ ഉപ്പുചാക്ക് വേണ്ട. വരൂ നീ. ജീവ, എസ്റ്റേറ്റ് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ? ദേ കണ്ടില്ലേ, അയാളിന് അധികം നാളും ഉണ്ടാവില്ല. ഹായ് ജീവൻ, ഗുഡ് മോർണിംഗ്. ആ മോർണിംഗ്. ജീവൻ ദിവസം ഓടാറുണ്ടോ? ഇല്ല, ആഴ്ചയിൽ 7 ദിവസം. ആഹാ, രാവിലെ നല്ല മൂഡിലാണല്ലോ. നല്ല ജോക്സ് ഒക്കെ വരുന്നു. ജോഗ് ചെയ്യുമ്പോ ജോക്സ് പറയുന്ന എന്റെ സ്റ്റൈലാ. എന്താ ബ്രേക്ക് ഇട്ട് കളഞ്ഞത്? കാല് കൊടുത്ത് പോട്ടെ. വയ്യ, ഇന്ന് ഇത്രയും മതി. കണ്ടോ, എനിക്കൊരു കപ്പ് കാപ്പി പോലും ജീവൻ ഓഫർ ചെയ്തില്ല. നോ പ്രോബ്ലം, ഞാൻ എടുത്തോളാം. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു ഫോർമാലിറ്റി? ഓ പണ്ടാണം. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ജീവൻ എന്താ വിവാഹം കഴിക്കാത്തത്? കാലത്ത് പൗലോസേട്ടൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. വീണ്ടും കോമഡി. സമ്മതിച്ചിരിക്കുന്നു. ഇതെങ്ങനെ പറ്റുന്നു? കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ടേ. അതിൽ നിന്ന് ഇങ്ങനെ അടിച്ചിറക്കണതാ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? സത്യം പറഞ്ഞ എനിക്ക് ഒരു പണിയുമില്ല. ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക. ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റും പിടിക്കുന്നില്ല. വലിവുണ്ടേ? അതേടി, എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ വേലി ചാടി അല്ലേടി ഒരുമ്പട്ടോളെ. ഈ പ്രായത്തിന് നിന്നെ കെട്ടാൻ അറിയാമെങ്കിൽ നിന്നെ കെട്ടിയിടാനും അറിയാടി. ഇങ്ങോട്ട് വാടി. നാണമില്ലോടോ എനിക്ക്? കൂടെ ഓടാനും ശൃംഗരിക്കാനും മറ്റൊരുത്തന്റെ ഭാര്യ കിട്ടിയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലോടോ. പോടാ പുല്ലേ. ഞാൻ കൊല്ലടാ കൊല്ലടാ. എന്റെ പൂത്ത പണമുണ്ട്. ആളെ വിട്ടിയാൽ നിന്നെ കൊല്ലിക്കും. ചേട്ടാ, ആൾക്കാർ കേൾക്കും. കേക്കട്ടെ നാട്ടുകാർ പിന്നെ തെണ്ടിത്തരം. രണ്ടെണ്ണത്തിനും നാട്ടിക്ക് ഞാൻ. ആ ഇയാളെ വിളിച്ചോണ്ട് പോ. വെറുതെ തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത്. കിളവനാന്നൊന്നും ഞാൻ നോക്കൂല. ആരാടാ കളവൻ? ചേട്ടാ, ഇവനെ ഞാൻ- ഡാ, അയ്യോ, എന്താടാ? എങ്കടാ ആരാടാ കളവൻ? ഞാനവനെ എന്നെ കൊല്ലാൻ വരുന്നേ. ഏയ്, എന്നെ രക്ഷിക്കണേ. ഇവിടെ ഒന്ന് പറയാം. ഓടരുത്. എന്നെ കൊല്ലാൻ വേണ്ടിട്ടല്ലേ വരുന്നത്. വിടടാ, വിടറി. നാട്ടുകാരെ എന്നെ കൊല്ലാൻ വരുന്നേ. രക്ഷിക്കണേ. ആർക്കും ഞാൻ അവൻ എന്താ കരുതിയത്? മാറിക്കടി, എന്നാ പിടി, അവനെ പോയി കൊല്ല്. ആ, എന്താ പൗലോസേട്ടത്? പുള്ളി എന്തോ വിവരക്കേട് കാണിച്ചു വെച്ച് ഇത് വിവരക്കേട് ഒന്നുമല്ല. ആ തെണ്ടിയെ ഞാനിന്ന് കൊല്ലും. ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ് ഭർത്താവിനെ തെണ്ടിന്ന് വിളിക്കുന്നത്. ഛേ, ഭർത്താവും കർത്താവും ഒന്നല്ല, ശത്രു. അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്കറിയോ? എന്ത് പറ്റി? എനിക്കറിയില്ല. വീട് നിറച്ച് പോലീസുകാര്. ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നിരിക്കുക. ഒരു പെണ്ണ് നിന്ന് കരയിലുണ്ട്. മാറിക്കേ. ഇനി അവനെങ്ങാനും അവളെ ബലാത്സംഗം ചെയ്തത്. ചേട്ടാ വണ്ടിക്കർ. ആ. ഞാൻ ആരെയും തട്ടിക്കൊണ്ടു പോയിട്ടാ. ഞാൻ കിമ്പളം വായിക്കുന്ന കംപ്ലൈന്റ് ഒടുപ്പിച്ച എന്റെ ശത്രു എന്റെ കുടുംബം പട്ടിണിയാണ്. എന്താ തെണ്ടാന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കില്ല. കാബറിക്ക് വിടുവാ 12. എന്താ തമ്പാനെ? എന്താ പ്രശ്നം? പ്രശ്നം ഗുരുതരമാണ്. ജാമ്യം കിട്ടാത്ത കേസാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ. സാറ് പറഞ്ഞത് ശരിയാണോടാ? ഇവരുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള സത്യം അത് പറ്റോ? മതി, ഇപ്പൊ ഒരു ഡസനായി. ഏற்கனவே ഞാൻ 11 പോട്ടാച്ച്. പക്ഷെ കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ല. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഈ പൗലോസ് ഏട്ടൻ. എടാ, ഞാനോ തോന്നിവാസം കളിച്ചിട്ട് നുണ പറയാ? കത്തിങ്ങാടോ. സത്യം പറയടാ, എന്താണ് ഉണ്ടായത്? ഏ, നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഇവന്മാരോട് നമ്മുടെ കുഞ്ഞെവിടെ ചോദിക്കേ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ എല്ലാത്തിനും കുത്തി കീറിക്കളഞ്ഞാൻ. പ്ലീസ് നിങ്ങളൊന്ന് സമാധാനിക്ക്. ഞാൻ ജീവൻ, ഇന്നലെ വൈകുന്നേരം കൃത്യം 6:39 നിങ്ങളുടെ വണ്ടിയിൽ കുട്ടിയെ കണ്ടവരുണ്ട്. അതിനുശേഷം കുട്ടിയെ കാണാനില്ല. കൃത്യം 7:39 ഇയാൾ ആ വണ്ടി സിറ്റിയിൽ കൂടി
അമിത വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതും കണ്ടവരുണ്ട്. അയ്യോ അത് ചായപ്പൊടി ഓടിയാൻ പോയതാ. കൃത്യം 8:39 എനിക്ക് പരാതി കിട്ടിയത്. അതൊക്കെ പിറകെ എന്നെ നടന്നത്. Oh my God. പിടിക്കവരെ. മാരുതിയല്ല മാധുരി, ഞങ്ങൾ മധു എന്ന് വിളിക്കും. ഞങ്ങളോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ജീവൻ. ജീവൻ ഒരു ദിവസം ഭാര്യയും കൂട്ടി വരും. ദത്തെടുക്കുന്ന കുഞ്ഞിനെ മകനായി അംഗീകരിക്കേണ്ടത് അവരാണല്ലോ. ഓക്കെ ജീവൻ, എനിക്ക് പ്രേയറിന് സമയമായി. ഫാദർ, ഞാനവൻ ഇപ്പൊ കൊണ്ടുപോകട്ടെ. ഭാര്യയെ മറ്റൊരു ദിവസം കൊണ്ടുവന്നാ പോരെ? ജീവൻ, കാര്യം ഞാനൊരു കത്തനാരാ. പക്ഷേ ഫാദർ വെറ്റിലക്കാരൻ ഒരിക്കലൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. മനസ്സിലായല്ലോ? സോറി ഫാദർ. ഓക്കെ. ഭാര്യയുടെ പേരെന്താന്ന് പറഞ്ഞത്? മാധുരി. എന്താ മാറ്റണ? എവിടാ LLBക്ക് പഠിക്കുന്ന ഭാര്യ? ബാംഗ്ലൂർ നിന്റെ അമ്മായിമ്മയുണ്ടോടാ പുല്ലേ? സൂത്രത്തിൽ ഒരു അച്ഛനാവണമെങ്കിൽ ഇങ്ങനെ കുറെ തട്ടിപ്പും നുണയൊക്കെ വേണ്ടി വരും. ജീവ വിട്, ഇവനെ നമുക്ക് പിന്നെ പൊരിച്ചെടുക്കാം. നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു. ഓ, ഇയാൾ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഡയഫ്രം കളഞ്ഞ അണ്ണാനെ പോലെ തിരിച്ചു വരുന്നത്. നീ എവിടേക്കയ്യോ ഓടണേ? ഒരു ചവിട്ട് കൊണ്ടാ ചത്തുപോവോ? വിവരം ഇല്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട് ജീവ. നമുക്കിപ്പോ ഒരു പെണ്ണല്ലേ വേണ്ടു. ഞാനൊരു ഐഡിയ പറയാം. നീ ഒരു പെണ്ണ് കിട്ടുന്നു, നേരെ കത്തനാരെ അടുക്ക ചെല്ലുന്നു. ഇതാണ് ഫാദർ എന്റെ ഭാര്യ എന്ന് പറയുന്നു. കുട്ടിയെയും കൊണ്ട് പോരുന്നു. വെരി സിമ്പിൾ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പൗലോസ് ചേട്ടാന്ന് വിളിച്ച വായു കൊണ്ട് എന്നെ പൗലോസ് ഒന്ന് വിളിപ്പിക്കരുത്. കറക്റ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്റെ ഐഡിയ നടക്കില്ല എന്ന്. എന്റെ ഐഡിയ? അതെ. ഞാൻ മിണ്ടരുത്. എന്നെ ഉറക്കി കിടത്തിയിട്ട് അവള് വേലിയാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. ഇന്ന് അവളുടെ എത്ര കാശ് ഒടുക്കത്തെ- കൊടുത്തിട്ടായാലും ശരി, എനിക്ക് എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേണം. ഇത്ര പെട്ടെന്ന് ഒരു പെണ്ണിനെ തപ്പിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവും. നിനക്ക് ഇതല്ലാതെ ഇവിടെ വേറെന്താ പണി? പറഞ്ഞ പോലെ ചെയ്താ. 2 ദിവസം സമയം ഞാൻ തരും. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യേ കാമപ്രാന്തൻ. നിനക്ക് കാര്യം നടന്നാ പോരെ? മണിയായിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും. മാമത്തണ്ടി. ജീവ, നമുക്ക് പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആര്? നല്ല ലക്ഷണമൊത്ത പെണ്ണാവള്. നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ. ഇതൊരു തലവേദന ആയല്ലോ. എന്നാ ആർക്ക് സസ്പെൻഷൻ ഡിസ്മിസാ? എന്നാ അന്തമാരി ഒരു കേൾവി. ഞാൻ പോണവർ പടുകൊണ്ടേയും ചേർന്നു. കാരണം ആശ മൂഞ്ചിയ പാര്. എടോ, ബോട്ട് ക്ലബിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പൂവാലന്മാരുടെ ശല്യം. அப்படின்னா நான் போட்டுமா? எதுக்கு? லேடி கான்ஸ்டபிள் அபிராமியை கூப்பிடு. முள்ளாலதான் எடுக்கவன். ഊട്ടിയിലെ പെണ്ണുങ്ങൾക്ക് ഇത്ര ദാരിദ്ര്യം. ഇതില് ജീവനെ പറ്റിയ ഒരു ഫിഗറും കാണുന്നില്ലല്ലോ. പശുവാണ് ശകുനം. കൊള്ളാം. എന്താ പേര്? ശ്യാമള. മലയാളി തന്നെ. ഞാൻ ശത്രുഘ്നൻ. പഠിക്കാണോ? അല്ല, പഠിപ്പിക്കുക. എവള് ജീവന് നല്ല ചേർച്ചയായിരിക്കും. ജീവ, ഞാൻ നിനക്ക് വേണ്ടി അല്പം തറയാവാൻ പോവാ. എന്തേ? ഏയ് ഒന്നുമില്ല, വരൂ, നമുക്ക് അല്പം മാറി ഇന്ന് സംസാരിക്കാം. ഇവിടെ ആവുമ്പോ എന്തിനാ പേടിക്കുന്നത്? പറഞ്ഞോളൂ. പേടിയുണ്ടായിട്ടല്ല. ആവശ്യക്കാരൻ ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ടാ. അത് ശരി, അപ്പൊ ബ്രോക്കർ ആണല്ലേ? ജീവ, നീ എന്നെ ഒരു ബ്രോക്കർ ആക്കി അല്ലേ? എന്നാലും കുഴപ്പമില്ല, കാര്യം നടന്നാ മതി. അല്ല, നമുക്ക് പോവാം. ആ, എന്തിനാ വിസിലടിക്കുന്നത്? ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് കണ്ടക്ടർ ആണല്ലേ? പ്രൈവറ്റോ പബ്ലിക്കോ? അല്ലടാ, റിപ്പബ്ലിക്കാണ്. ലേഡി കോൺസ്റ്റബിളിന്റെ കമലടിക്കുന്നോടാ. നിന്റെ ചെമ്പോലിയോടിക്കും. പോകുമ്പോ എന്തൊരു സ്മാർട്ട് ആയിരുന്നു. എന്താടാ വിളിക്കുന്നത്? നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചാരടിച്ചിട്ട് അല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത്. കേട്ടല്ലോ ജീവ, ഈ പൗലോസേട്ടനൊരു ചാൻസ് ഇതാ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പൗലോസേട്ടൻ തീർത്തു തരാം. ശ്വാസം വിട്. ജീൻസ് എന്റെ ആണ്. ബനിയനെങ്ങാനും കീറിയ കൂളിംഗ് ഗ്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം തന്നെ. എന്ത്? ഷഡ്ഡി. വേദന എപ്പോഴുണ്ടാ? ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ.
தமிழ் மக்கள் கவனத்துக்கு மெண்டல் ஹாஸ்பிட்டலில் இருந்து ஒரு பெண் மனநோயாளி தப்பித்து விட்டார். മലയാളികളുടെ ശ്രദ്ധയ്ക്ക് കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാം വിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. വാൾ, പേനാക്കത്തി, ബ്ലേഡ്, കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവൾ ഹലോ ഹലോ, ചേട്ടാ, ഈ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള വഴി ഏതാ? കുട്ടിക്ക് അവിടെ ആരാ ഉള്ളത്? എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ? അതെ. ജീവ, ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലായി. എന്നെ ഈശോയെ. പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്. അവൻ വല്ല വിഡ്ഢിത്തോ എഴുന്നള്ളിച്ച ഒന്നും തോന്നരുത്. ഏയ്, എനിക്ക് ഭ്രാന്തന്മാരെ വലിയ ഇഷ്ടമായിട്ടാ. ഏ? വേദനയൊക്കെ മാറിയോ? ഹലോ, ഇവിടുത്തെ കുക്ക. ഗുഡ് മോർണിംഗ്. ഹായ്. എങ്ങനെയുണ്ട്? ശത്രു അയ്യോ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, മിത്രമാണ്. ചേട്ടാ, ഇതാണോ എന്റെ ഭർത്താവ്? അതെ. ഏ ആക്ടിങ് ആക്ടിങ്. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്. എന്താ നിന്റെ പേര്? മിസ് നീലി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. നീലി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല കേട്ടോ. വേദന കുറവുണ്ടോ? എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ഉം. പിന്നെ ആരും എന്നെ മറക്കില്ല. നാടക നടിയാ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള. നീലി കാണട്ടെ കാണട്ടെ. അയ്യോ, ഞാൻ നീലിയല്ലേ, നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ. കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തുചേർന്ന ജന്മം. എന്നോടാ കളി? ബാബാവിനെയും കണ്ടില്ലേ? ഇവിടെ നീലി കലക്കും. എന്താടോ വാര്യരെ ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ. നീ എന്താ ഇങ്ങനെയായെന്ന് എനിക്കറിയില്ല. ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ, എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ. വിടില്ല ഞാൻ. ഭ്രാന്തത്യ ജീവ ഓടിക്കോടാ. അയ്യോ, എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. വണക്കം സാർ. മേളി നില ഉദ്ദണ്ഡന്മാർക്ക് ഓർഡർ ഇട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രിയിൽ നിന്ന് പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കും. പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മൊട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു. എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗരപ്രദക്ഷിണം ചെയ്യും. അല്ലേടോ?
എപ്പോ? ഇന്നത്തോടു കൂടി നിർത്തിക്കൊള്ളാം രണ്ടിന്റെയും പെണ്ണന്വേഷണം. ഇനി പെണ്ണെന്ന് പറഞ്ഞ് ഇറങ്ങിയ രണ്ടിനെ കൊന്നുകളെ ഞാൻ. ഈ കിളവൻ അണിഞ്ഞൊരുങ്ങി പോകുമ്പോഴേ അറിയാമായിരുന്നു സംഗതി കുളമാകുമെന്ന്. അവൾക്ക് ഭ്രാന്തായി പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? The thing is, ഇങ്ങ് നീ മിണ്ടരുത് ജീവ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. വേണ്ട, ഇതുവരെ തന്ന ഐഡിയൊക്കെ മതി. ഞാനൊന്ന് തീരുമാനിച്ചു. എനിക്ക് ഭാര്യയില്ല, ഒരു പുല്ലുമില്ല എന്ന് ഞാൻ അച്ഛനോട് തുറന്നു പറയാൻ പോവാ. ജീവ എടുത്തിയാട്ടം കാണിക്കരുത്, അത് അപകടമാണ്. എനിക്കൊരു പ്ലാൻ തോന്നുന്നുണ്ട്. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? വധുവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ്. എന്നിട്ട് അവൾ ആര് കെട്ടൂടാ? നിന്റെ തന്ത കേട്ടോടാ. തന്തയ്ക്ക് പറഞ്ഞാൽ ജീവ ഒരേ ഒരു ചാൻസ് കൂടി താ. എന്തിന്? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ജീവ ഒരു ചാൻസ്. ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീട്, ഇത് അതെ, ചിലക്കാത്ത വീട്. പാട്ടുപാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പല് തെറിക്കും. 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളവർ ഭക്ഷിക്കാറ്. വേണമെങ്കിൽ ഞണ്ണിട്ട് നീ പൊക്കോ. അയ്യേ, കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ദാ കയ്യിൽ ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ. രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ? ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല. ആഹാ, സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെന്നാ ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ. ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ടെന്നെ കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്കായി കയറണേ? ഇടി പെണ്ണേ, ഇവിടെ ഇറങ്ങിയ അതില് മാവില്ല എന്ന് പറഞ്ഞില്ലേ? ഗോതമ്പ് മാവ് ഇല്ലെന്ന് ഞാൻ ഞാനൊന്ന് പറഞ്ഞത് കേക്കാട്ടാ. കയ്യൊന്ന് വിട്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. കയ്യൊന്ന് വിടുകളാ. അയ്യോ, ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തിയല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം. ജീവ അവൾ എന്തോ ദുരുദ്ദേശത്തോട് കൂടിയാ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. The thing is, പണത്തിനല്ലെന്നുള്ള ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ 1 ലക്ഷം രൂപ വരെ കൊടുക്കാന്ന് പറഞ്ഞല്ലേ? ഇനി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനോ മറ്റോ ആണോ? എന്തൊക്കെയായാലും അവൾ ആരാണ്, എവിടെന്നാണ്, എന്താണ് അവളുടെ ഉദ്ദേശം, ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിച്ചേ പറ്റൂ. വിടില്ല. എവിടെ വിളിച്ചാലും ഞാൻ പൊക്കും. തമ്പാനൂർ തമ്പാനെ ശരിക്കും അറിയില്ല. എന്താ ആരെ പൊക്കുന്ന കാര്യം? തൽക്കാലം തിന്നെയല്ല, അതിന് സമയമായി വരുന്നതേ ഉള്ളൂ. അവളെ ഞാൻ പൊക്കും. എല്ലാവരോടും കൂടിയാ പറയുന്നത്, കരുതിയിരുന്നോ. അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങോട്ടൊരു പെണ്ണ് കേറിയിട്ടുണ്ട് മോനെ. ഇങ്ങോട്ടോ? തന്നോട് ആര് പറഞ്ഞു? കുശാഗ്ര ബുദ്ധിയുള്ള ഒരു പോലീസുകാരനോട് ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട. മണത്തറിയും. സാറുള്ളപ്പോ വേറെ പോലീസ് തയ്യാറ ആവശ്യമില്ല. എങ്ങനെയാണ് നീ പോലീസെ പറ്റി നടിച്ചേ? The thing is, എന്താ വാർത്ത നീ പേശാതെ. ഇങ്ങോട്ടേക്ക് ഏത് പെണ്ണ് കയറിയ കാര്യമാണ് സാറ് പറയുന്നത്? ഈ വീട്ടിലേക്ക് ഒരു പെണ്ണും കയറി വന്നിട്ടില്ല. ഇങ്ങോട്ടെന്ന് പറഞ്ഞ ഊട്ടിയിലേക്ക്. ആന്ധ്രയിൽ നിന്നും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ 4 അംഗ നക്സൽ സംഘത്തിൽ അംഗമാണ് ഈ അംഗം. അവരിവിടെ അംഗൻവാടി നടത്താൻ വന്നവരല്ല. അവരുടെ കയ്യിൽ RDXും ജലാറ്റിൻ സ്റ്റിക്കും ഒക്കെ ഉണ്ട്. സൂയിസൈഡ് സ്ക്വാഡിൽപ്പെട്ടവരാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ പറയുന്നതൊക്കെ നേരാണോ സാർ? മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകൾ പച്ചവെള്ളം പോലെ സംസാരിക്കും. അവളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാ പെണ്ണുങ്ങളെ പോലെ ഇരിക്കും. സംശയമുള്ളവരൊക്കെ പൊക്കാനാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. 1,01,000 റിവാർഡ്. കിട്ടിയ ബമ്പർ, ഇല്ലെങ്കിൽ പാപ്പർ. എന്റെ ശ്രീ ഗുരുവായൂരപ്പ, ആ പൊമ്പർനാരെ എന്റെ കൈ കൊണ്ട് തരണേ. നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഓഹോ, രാവിലെ തുടങ്ങിയ തപ്പല, തൊണ്ടയിലെ തുപ്പല് പറ്റി. കുറച്ച് വെള്ളം കുടിക്കണം. പൈപ്പിൽ വെള്ളം തീർന്നു. എന്താ അങ്ങനെയാണോ? എന്നാ ഒന്ന് യൂറിൻ പാസ്. യൂറിനും തീർന്നു. യൂറിനൽ റിപ്പയർ ആണെന്ന് പറഞ്ഞതാ. ഓഹോ. മാത്രമല്ല ഊട്ടിയല്ലേ, ഔട്ട്ഡോർ ആണ് സുഖം. സംഭവം പറഞ്ഞ നെക്സൽ പെണ്ണ് ഇവള് തന്നെ. അവൾക്ക് തൽക്കാലം ഒരു ഷെൽട്ടർ ആണ് ആവശ്യം. അവൾ ഇന്നലെ എന്നോട് പറഞ്ഞതാ. ആണോ? വാ. ദേ, അവള് തന്നെയാണോ ഇവളെന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനൊരു വഴിയുണ്ട്. അവൾക്ക് എല്ലാ ഭാഷ അറിയാമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ, എന്താ ഒരു ഗൂഢാലോചന? എന്നെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാന്ന് ആലോചിക്കായിരിക്കും അല്ലേ? ഞങ്ങള് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കുകയായിരുന്നു. സാഫ് സാഫ് ബതാദോ, തൂ കോൻ ഹൈ? ഇതെന്താ പുതിയൊരു ദേശസ്നേഹം? അറിഞ്ഞറണ്ണ എഴുതി வைத்த ഓலை, അത് നല്ലവർക്ക് വാഴ്വ് വരും നാളെ. നീയോ ഒരു അല്ലി, പാർവയിലെ ഒല്ലി, ആനാ നീ ഒരു കള്ളി, நானோ ஒரு புள்ளி. எங்கிட்ட மோதனே நீ போக வேண்டியது பள்ளி. बदतमीज, नादान, बेवकूफ लड़की, ज्यादा होशियार बनने की कोशिश मत करना, वरना ये गोली तुम्हारे सीने के पार होगा, समझे? ಈ ಎನ್ನಗೊಂಡು ನಾ ಮೋಹಗೊಂಡು ಮನಹಿಗೆ ಹೂವಾಯಿತು. ಬಾಳಲ್ಲಿ ಮುಗಿದು ಕಂಡ ಕನವಿರು ಕುಣಿವೆಂದ ನಮಗಾಗಿದು.
కంజికి పోన మంజానికి కాలు నాలుగు కాసికి పోయిన కర్మ తొలగదు നീ അല്ലടി പോകലു ഞാൻ ഇല്ലടി പോകലു. അതെ നിങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ വരാറുണ്ടോ? എന്ത്? വട്ട് വട്ട് നിന്റെ തന്തയ്ക്കടി സീമക്കൊക്കെ. ദേ, അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? ഞാൻ അച്ഛനെ വിളിക്കും. അച്ഛനെ വിളിക്കും. നിന്റെ അച്ഛൻ വന്നാൽ ഞങ്ങൾക്ക് പുല്ലടി. എന്റെ അച്ഛനല്ല, വെറ്റിലക്കാടൻ അച്ഛൻ. അതെ, ആന്ധ്രയിൽ ഇപ്പൊ എങ്ങനെയാ? നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. ആന്ധ്രയുടെ കാലാവസ്ഥ എനിക്ക് എങ്ങനെ അറിയാനാ? RDXന് ഈ ബോംബ് ഉണ്ടാക്കുന്ന സാധനമല്ലേ, അതിനിപ്പോ കിലോക്ക് എന്ത് വിലയുണ്ട്? ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ 10 പൈസക്ക് എലിവിഷം വാങ്ങി തിന്ന്. ബാക്കി ഉണ്ടെങ്കിൽ ഇയാൾക്കും കൂടി കൊടുക്ക. സത്യം പറയടി, നീ നക്സലല്ലേ? അതെ. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ? ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. കണ്ടോ, ഈ കൈകൾ കൊണ്ട് ഞാൻ 12 പേരെ കൊന്നിട്ടുണ്ട്. അറിയോ? അത് നീ വെറുതെ പറയണതല്ലേ? നൈ, मैं सच बोल रही हूँ. വായി പൊളിച്ച് നിൽക്കാതെ കൊച്ചിന് പാലെടുത്ത് തരാൻ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ബോംബിട്ട് തകർത്തു കളയും ഞാൻ. ഞാൻ ആരാണ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊക്കെ അറിയാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ആ അന്വേഷണം നിങ്ങളെ വലിയ അപകടങ്ങളിലേക്കായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുക. സോ ലീവ് മീ അലോൺ. ആൻഡ് വൺ മോർ തിങ്, SI തമ്പാൻ അന്വേഷിച്ച് നടക്കുന്ന ആ നക്സൽ ഞാനല്ല. മോന് പാല് കൊടുക്കാൻ സമയായി. പിന്നെ കാണാം. ശത്രു കൈവിട്ട് പോയെന്നടാ തോന്നണേ. സമാധാനമായിരിക്കും. ഇവളെ ഇവിടുന്ന് ഓടിക്കുന്ന കാര്യം ഞാൻ എന്റെ കുഞ്ഞിനെ തുടർന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി മൂശാട്ടെ. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാ. അയ്യോ, അപ്പൊ ജീവേട്ട് മരിക്കാൻ പോവാ? നമ്പർ ഇറക്കല്ലേ, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഞങ്ങള് 4 പേരും കൂടി ഒരു ടൂറിന് പോവാ. 5-8 മാസം കഴിഞ്ഞിട്ടേ മടങ്ങി വരൂ. സിംഗപ്പൂർ, കോലാലംപൂർ, ജയ്പൂർ, ജംഷഡ്പൂർ, തിരുപ്പൂർ എന്നീ സ്ഥലങ്ങളിലേക്ക്. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിയിപ്പിച്ചടാ മാപ്പിളെ. അതുകൊണ്ട് ഈ നിമിഷം ഇവിടുന്ന് കെട്ടുകെട്ടിക്കോണം. മാത്രമല്ല, ഞങ്ങൾ ഈ വീട് വിൽക്കാൻ പോവാ. അതും ഞാൻ അറിഞ്ഞില്ലല്ലോ. വെറ്റിലക്കാടൻ അച്ഛൻ പറഞ്ഞ പോലെ ഈ ജീവേട്ടനൊരു കിഴങ്ങൻ തന്നെയാ. എന്നെ ഇറക്കി വിട്ട് ഇതൊക്കെ വിറ്റിട്ട് കോലാലംപൂരിലേക്കല്ല, കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലേക്കാ നിങ്ങൾ 3 കൂടി പോവാ. കുട്ടി തിരിച്ച് ഓർഫനേജിലേക്കും. കേസ് IPC 312, 316A, വഞ്ചന, ആൾമാറാട്ടം, കൃത്രിമ രേഖയുണ്ടാക്കൽ, പിന്നെ സെക്ഷൻ 218, അതായത് സ്ത്രീ പീഡനം. അതും സ്വന്തം ഭാര്യയെ. സ്വന്തം ഭാര്യയോ? അതെ, ഈ ഞാൻ. അയ്യടാ, നിന്നെ പോലത്തെ ഒരു പീറ പെണ്ണ് പറഞ്ഞ ഏത് കോന്തനാടി വിശ്വസിക്കുക? കോന്തൻ വിശ്വസിക്കണ്ട, കോടതി വിശ്വസിച്ചോളും. അതിനുള്ള രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ട്. നിന്റെ കയ്യിലുണ്ട് കൈരേഖ. പൊടി പുല്ലേ. ഇതൊന്ന് കണ്ടിട്ട് പോയിക്കോ എല്ലാവരും. വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാശ് മുടക്കി ഇയാൾ ഉണ്ടാക്കിയെടുത്ത കള്ളരേഖകൾ. 3 വർഷം മുമ്പ് നടന്ന നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് 1, എന്നെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് 2. ഇതൊക്കെ പോരെ മോനെ, ഏത് സുപ്രീം കോർട്ടിൽ എനിക്ക് വാദിച്ച് ജയിക്കാൻ. ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? താടി ഇങ്ങോട്ട്. സോറി ഡിയർ, എനിക്ക് ആകെയുള്ള തുറുപ്പ് കുലാനാണ്. ഒരുപാട് ചിരിക്കണ്ട, അത് ഫോട്ടോസ്റ്റാറ്റാ. ഇതാണ് ഒറിജിനൽ. ശത്രു പിടിയാളെ. ഈ വയസ്സിനെ ഓടിപ്പിക്കരുത്. എന്റെ തലയിൽ വീഴാൻ പോണു. ഓ അയ്യോ, ആവുകളൊക്കെ എന്നെ കൊട്ടിക്കൊള്ളേലും മുമ്പ് എന്നെ രക്ഷിക്കണ. എന്തിനാ പിടിക്കാൻ പോയ? ശത്രുവിനെ പോലെ അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. പടി. അയ്യോ, ആള് മാറിയതാടാ. എന്റെ ഗുരുവായൂരപ്പാ, ഒരു കൊച്ചു പെണ്ണിനെ പൂവങ്കോഴി ഓടിക്കുന്നത് പോലെ ഓടിച്ച് പീഡിപ്പിക്കുന്നത് ഈ കാമപ്രാന്തമാരി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോയിട്ടില്ലേ? തല കയറുകൊണ്ടത് ഇനി മതിയായില്ലേ?
മതിയായിട്ടില്ലടി, അവന്മാർക്ക് പോലീസുകാരെ കൊണ്ട് 10 കുടിപ്പിച്ചാൽ എനിക്ക് മതിയാവും. കേറി പോയോ? എന്നാ അനുഭവിച്ചോ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? എന്നടാ കിണ്ടൽ പண்றியா? SI തമ്പാനൂർ തമ്പാനെ കളിയാക്കുന്ന താൻ. സോറി സാർ, വലിവാണ്. വലിയ താനാരാ? റബ്ബറോ? ഞാൻ അല്ല, ഒരു പൗരൻ. സ്വർഗത്തിൽ വ്യഭിചാരം നടക്കുന്നു. അതിന് ഭൂമിയിലുള്ള ഒരു പോലീസുകാരൻ എന്ത് ചെയ്യേ? സ്വർഗം ഒരു വീടിന്റെ പേരാണ് സാർ. 3 തെണ്ടികൾ ചേർന്ന് പൂവോടൊരു പെണ്ണിനെ പിച്ചിച്ചിരുന്നത് ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടു സാർ. വേഗം പോയ പൂവിനെ രക്ഷിക്കൂ സാർ. ആരാ? എന്ത് വേണം? ആരാണെന്ന് യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കാര്യം ഞാൻ പറയേണ്ടവരോ പറഞ്ഞോളാം. ജീവനില്ലേ? അയ്യേ, ജീവനില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കൂ? അധികം വളയാടി, ആരെങ്കിലും കൊയ്തോണ്ട് പോവും. ഇമ്മോറൽ ട്രാഫിക്കിന് നിന്നെ ഞാൻ പൊക്കും. എന്നെ പൊക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല. ജീവ ആരാവള്? അവളാരാണ്? അവളാരാന്ന്? ഓ, ഇവളോ? ഒട്ടിച്ചിരിച്ചെന്നെ സൂയിപ്പിച്ച് മടക്കി വയ്ക്കാമെന്ന് കരുതണ്ട. സത്യം പറയൂ, ആരാണ്? തമ്പാനി മുഖം കണ്ടിട്ട് ആരാന്ന് മനസ്സിലായില്ലേ? മുഖം നോക്കി ലക്ഷണം പറയാൻ ഞാനത് കാക്കാലോ. ആരാണിവൾ? 2 പേരുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്ക്. രണ്ട് മുഖത്തും മീശയില്ല. അയ്യേ, ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാത്ത ഇയാളൊക്കെ ആര് പോലീസിലെടുത്തു? വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പെണ്ണിനോടൊപ്പം നിങ്ങൾ 3 പേരെയും ഞാൻ പൊക്കും. പൗലോസേ, വയസ്സാം കാലത്ത് സ്ത്രീ പീഡനമാണ്. IPC 156. 10 വർഷമാണ് ശിക്ഷ. 12 വർഷമല്ലേ? എന്റെ തമ്പാൻ സാറേ, ഇത് സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇവള് ജീവനായ പൗലോസേട്ടന്റെ ഏക മകൾ മായ മാത്തുക്കുട്ടി. ആണോടോ? എന്തിനാണോ ഞാൻ കരുതുന്നത്? മകളെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു അച്ഛനോട് ഒരു സ്വന്തം മകളാണോന്ന് ചോദിച്ചാൽ ഏത് അച്ഛൻ സഹിക്കും സാർ? ഹാർട്ട് പേഷ്യന്റ് അടുത്ത് അവർ തമ്മിലുള്ള ബന്ധം സാറിന് അറിയോ? സോറി ജീവ, ആരോ റോങ് ഇൻഫർമേഷൻ തന്നാണ്. അവനെ എന്റെ കൈ കിട്ടിയെങ്കിൽ അവന്റെ കൊങ്കൺ റെയിൽ എന്നെ അടിച്ചു പിടിക്കും. അപ്പച്ചാ, ആ വിടന്മാരെ പിടിച്ചോ സാർ? കെട്ടിപ്പിടിച്ചു. പിടിച്ചല്ലേ? ആ. പിടിച്ചെങ്കിൽ നല്ല ഇടി കൊടുക്കണം. എങ്കയോ കേട്ട കുറൽ. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. സാർ, താനാണ് ആ വലിവുള്ള പൗരനല്ലേ? അതെ സാർ. തെറ്റായ ഇൻഫർമേഷൻ തന്ന് പോലീസിനെ വലിപ്പിച്ച വലിവ് റാസ്കൾ. അയ്യോ സാറേ, എന്റെ ചേട്ടൻ ഒന്നും ചെയ്യുന്നത് സുഖമില്ലാത്ത ആളാ. എന്നവളെ അടി എന്നവളെ എന്ന ഹൃദയത്തെ തുളൈത്ത് വിട്ടേ എந்த இடம் அது தொலைந்த இடம் அந்த இடம் മസനഗുടി മല്ലികാവ്. ഇത് പിടി. ഒരാള് മുതുകത്തും ഒരാള് നെഞ്ചത്തും കുത്തിയങ്ങടെ എന്നെ കൊല്ല്. പൗലോസേട്ടൻ വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടുകൂടി തന്നെ സംസാരിക്കുന്നത്. 2 പേർക്ക് തൃപ്തിയായില്ലേ? മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഇതൊരു പാവിയായിട്ടില്ലടാ. എന്നെ എവിടുന്നോ കയറി വന്നൊരു പെണ്ണിന്റെ തന്തയാക്കിയില്ലേ? ഞാൻ എന്റെ ഭാര്യയോട് എന്ത് പറയും? ഓ, ആ തമ്പാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞല്ലേ ചേട്ടാ? എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിന്റെ പാപങ്ങളെല്ലാം പറഞ്ഞോളൂ പോലീസേ. ആമേൻ. അപ്പച്ചാ, എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട്ട് പൊയ്ക്കോളൂ കേട്ടോ. എവിടെ ആ 2 തടിമാടന്മാര്? കേട്ടില്ലേ? എടീ, നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തി കയ്യിലൊരു കൊന്തയും തലഭാഗത്തൊരു കുരിശും വെച്ച് നിന്നെ ഞാനിവിടെ കുഴിച്ചിടീ മോളെ. പൗലോസേട്ടാ വന്നേ. പൗലോസേട്ടൻ ഇനി അവൾക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കേണ്ടി വരില്ല. പിന്നെ നീ തിളപ്പിക്കൂ. അതല്ല,
എതിരാളിയോടുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോ ജയിക്കുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, സ്നേഹം. സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മളവളെ ഒഴിവ്. എന്തായി? ആ ബസ് അവിനാശിക്ക ടിക്കറ്റ് എടുത്തു. ഡ്രൈവറും കണ്ടക്ടറും ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുക. യാത്രക്കാർക്ക് നല്ല ഉറക്കം. ഇനി അഥവാ ആരെങ്കിലും ഉണർന്നാൽ തന്നെ രോഗിയാണെന്ന് കള്ളം പറയാം. എങ്കിൽ പിന്നെ ശവത്തിനെ പിടിച്ച് കേട്ടടാ. അപ്പൊ നീ അവളെ കൊന്നോ? പിണ്ടാരുടെ മാപ്പിളെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. വാ. എനിക്ക് അധികം ഭാരെടുക്കാൻ പറ്റില്ല കേട്ടോ. പിടിച്ചോ. போலீஸ் ஜீப்ல டீசல் இல்லைன்னு சொல்ற தப்பு. പമ്പ അടച്ചു പോച്ചു സാർ. பேலன்ஸ் வலிச்சுக்கூடா. എന്തൊരു വെയിറ്റ് ആയി ശവത്തിന്. இந்த வண்டி செக் பண்ணு. டிரைவரை തന്നെ കണ്ടുപിടിച്ചു വാ. ഇവരെന്താ ഈ നേരത്ത് ഇവിടെ? എന്താ ജീവൻ ഇവിടെ എല്ലാരുമായിട്ട്? ഞങ്ങള് വെറുതെ കാറ്റുകൊള്ള ഇറങ്ങിയതാ. ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയതാ. ഞങ്ങള് പെട്രോൾ തീർന്നിട്ട് നിൽക്കുക. ഓ വെരി ഗുഡ്. എന്നാ പിന്നെ തമ്പാച്ചല്ലേ. ഇതാരാ? അമ്മായിയപ്പൻ. പൗലോസേട്ടൻ അമ്മായിയച്ഛൻ. നമസ്കാരം. നമസ്കാരം. സുഖം തന്നെ സാറേ. സുഖാണ്. കൊള്ളാമല്ലോ പോലോസേ. ഈയിടായിട്ട് ബന്ധുക്കളുടെ ഒരു പ്രവാഹമാണല്ലോ. ആദ്യം മകള്, ഇപ്പൊ അമ്മായിയപ്പൻ. അതെ അതെ, ഇനിയിപ്പോ ഒരുപാട് പേര് വരുന്നുണ്ട്. അവസാനം ഒരാൾ വരും, എന്റെ കാലൻ. അല്ല, ഈ ബന്ധുക്കളുടെ തള്ളിക്കയറ്റം കാരണം പൗലോസേട്ടൻ ആകെ മൂടൗട്ടില്ല. തമ്പാഞ്ഞ് വന്നേ. കാശൊന്നും വേണ്ട. ആവശ്യമുള്ളപ്പോ ഞാൻ ജീവനോട് ചോദിച്ചിട്ടുണ്ടല്ലോ. വായിച്ചു നോക്കി ഞാൻ തിരിച്ചു തരും കേട്ടോ. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതെ അതെ. യവന്മാരെ എവിടെ പോയി കിടക്കുന്നത്? പെട്രോൾ ഒക്കെ ഉണ്ടല്ലോ. ഫുൾ ടാങ്കാ. ആ ഫുൾ ടാങ്കിൽ മേടിക്കാൻ പോയിരിക്കുക. പോയി. നമസ്കാരം. പോയടാ. അവളെവിടെ? പെട്ടെന്ന് കേട്ടോ. ഇതൊക്കെ എന്തിനാ? മോന് കൊടുക്കാൻ. ഓ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലും ഭേദാ പെണ്ണായിരുന്നു എന്ന്. പിന്നെ എന്തിനാ ആ പെണ്ണിനെ കൊണ്ടുപോയി കളഞ്ഞത്? ഇവിടെ തന്നെ നിർത്തായിരുന്നില്ലേ? മൂക്ക് മുട്ട തിന്നാനും ഉറങ്ങാനും അല്ലാതെ നിങ്ങളെ കൊണ്ട് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറ്റുമോ? അത് ഞങ്ങളുടെ കുറ്റല്ല. മനുഷ്യനായ കുറച്ച് അനുസരണ വേണം. ഓ, അപ്പൊ കുറ്റം എനിക്കായോ? നിന്റെ കാര്യമല്ലേ പറഞ്ഞത്, കുഞ്ഞിന്റെ കാര്യ. അനുസരണ 7 അയൽവക്കത്തോടി പോയിട്ടില്ല. എന്ത് കഴിക്കാൻ പറഞ്ഞാലും കഴിക്കില്ല. ഈ കൊച്ചിന്റെ പ്രായത്തിൽ ഞാനുണ്ടല്ലോ, എന്ത് കിട്ടിയാലും തിന്നും. കിട്ടാത്ത കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൊച്ചിങ്ങനെ പോയി ഞങ്ങൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. ആ. കുഞ്ഞിനെ നോക്കാനേ എനിക്കറിയാം. ആ. ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്. ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞേ. ഒന്നിനും കൊള്ളാത്ത കഴുതാന്ന്. എന്താ? ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. അതേട്ടാ, ഇത്രയും നാണക്കേട് സഹിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്നാ വാടാ പോവാം. ഞാൻ വരുന്നില്ല, ചേട്ടൻ ഇവിടെ നിൽക്കേണ്ടതാ പറഞ്ഞത്. എന്നാ എനിക്ക് വാശിയുണ്ട്. നീ വന്നില്ലെങ്കിൽ വേണ്ട, ഞാനും പോണില്ല. ഓ, കർത്താവിന് പോലും ഒരു കുരിശ് ചുമന്നാ മതിയായിരുന്നു. എനിക്ക് ചുമക്കാൻ 2 കുരിശാ ദൈവം തന്നിരിക്കുന്നത്. ഓ, ഇനി ഇത് ഏത് കുരിശാണാവോ? വേറൊരു കുരിശ് കൊടയും പിടിച്ചു വന്നിരിക്കണു. ആര്? ആരായിരിക്കും? എനിക്കെങ്ങനെ അറിയാം? ഞാൻ പറയട്ടെ. പറ്റില്ല, കാരണം അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? മോൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ മതി. അതല്ലടാ, അവൾ എവിടെയെന്ന് ചോദിച്ചാ നമ്മള് കുടുങ്ങിയത് തന്നെ. കണ്ടതിൽ വലിയ സന്തോഷം. ആ, കഥ തുറക്കൂ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അയ്യോ, അച്ഛനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലോ. അതെന്താടോ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അച്ഛനിപ്പോ എന്താ വേണ്ടേ? അതെന്താ പൗലോസേ നീ അങ്ങനെ ചോദിച്ചേ? അച്ഛന് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടേന്ന് ചോദിച്ചതാ. അയ്യോ, അച്ഛന് പോയിട്ട് ധൃതിയുണ്ട് പോലോ ചേട്ടാ. എന്തുമാത്രം ജോലി തിരക്കുള്ള ആളാ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഏയ്, ഒരു ധൃതിയില്ല. ഇന്നത്തെ എന്റെ ജോലി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുക എന്നുള്ളതാണ്. കുട്ടൂസ് മോൻ എവിടെ? ഞാൻ പോവാ, ആത്മഹത്യ ചെയ്യാൻ പോവാ. എന്നാ പിന്നെ എന്നെ കൊന്നിട്ട് പോടോ മാപ്പിളെ. അയ്യോ, ദേ പോണു. ഫാദർ, അച്ചോ, അവൻ ഇത്ര നേരം ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പഴാ ഒന്ന് കിടത്തി ഉറക്കിയത്. ഉണർത്തണോ? വേണ്ട വേണ്ട, താങ്ക് യു. ഞാനേ അവനെ അങ്ങോട്ട് പോയി. അയ്യോ, ബെഡ്റൂമില്ല. അതിനെന്താ? മധു ബാത്റൂമില്ല. ബാത്റൂം ബെഡ്റൂമില്ല. അറ്റാച്ചറേ. അവൾക്ക് ഈ കഥ അടച്ചിട്ട് കുളിക്കാൻ പേടിയാ. അതുകൊണ്ട് ബെഡ്റൂമിന്റെ കഥ അടച്ചിട്ട് ബാത്റൂം തുറന്നിടും. ഓ, നീ ഇവിടുന്ന് വേഗം ഇറങ്ങി വന്നേ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ, നമ്മുടെ അച്ഛൻ. അച്ഛനെ കാണാൻ എനിക്ക് കൊതിയായി. അച്ഛനോട് ഒരു 4 മണിക്കൂർ ഇരിക്കാൻ പറയൂ ജീവേട്ടാ.
4 മണിക്കൂർ കുളിയോ? മധുവിന്റെ കുളി എങ്ങനെയാച്ചോ? ആദ്യം ഇലത്താളി, പിന്നെ പയറുപൊടി, പിന്നെ ചീവിക്കാപ്പൊടി, അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ടൊരു തേപ്പ, പിന്നെ മുളക് പൊടി ഇട്ടൊരു തേപ്പ. പൗലസേട്ടന്റെ തമാശ. ഏതായാലും അവള് കുളി കഴിഞ്ഞു വരട്ടെ, കണ്ടിട്ട് പോവാം. എന്താ ഉണ്ടിട്ട് പോവാന്നാ? അതും ആകാം പൗലോസേ. അതും ആവാല്ലേ. അപ്പുറത്തെ വീട്ടില് വസൂരിയുള്ള കാര്യം അച്ഛനോട് പറയല്ലേ, അച്ഛൻ പേടിച്ച ഉടനെ തന്നെ അയ്യോ, എന്തിനാ നീ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? തൊട്ടടുത്ത വീട്ടിൽ ആളെ എലിപ്പനി വന്ന ചത്ത കാര്യം പോലും ഞാൻ അച്ഛനോട് പറയാതിരിക്കുക. ആര്? അപ്പൊ അലക്കേരം കടപ്പയ്യ. ആ, ആ. ഞാൻ ഇറങ്ങട്ടെ ജീവ, ഓ. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ശരി ഫാദർ. മോളെ, അച്ഛൻ ഇറങ്ങുക, ആ. പോയിട്ട് പിന്നെ വരാം. നീ വിശാലമായിട്ട് കുളിച്ചോ. മോളെ അച്ഛനെ ഇറങ്ങാന്ന്. ആ, താങ്ക് യു. ആ, പിന്നെ എന്റെ കൂടെ ആള് കൂടെ ഉണ്ട്. അയ്യോ, പുറത്ത് നിൽക്കുക, പരിചയപ്പെടുത്താൻ മറന്നു. അപ്പൊ വിളിച്ചുകൊണ്ട് വരായിരുന്നില്ല അച്ഛോ? വിളിക്കാം. കുട്ടി, അയ്യോ. അച്ഛൻ പേടിച്ച് ഓടിക്കളഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുളിത്തി? സൂപ്പറായി. ആ. ഈ പെണ്ണ് നിന്റെ ആരാ? ഉം? അത് പിന്നെ അച്ഛൻ ഞാൻ നീ താലി കെട്ടിയ ഭാര്യ. അന്തസ്സുള്ള ഒരു ഭർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണോ നീ ചെയ്തത്? ക്ഷമിക്കണം അച്ഛ, ഒരു അബദ്ധം പറ്റിയ. ഇവരെക്കാൾ പ്രായവും പക്വതയുള്ള ആളല്ലേ പൗലോസേ താൻ? താനും ഇതിന് കൂട്ടുനിന്നത് അത്ഭുതം. ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോഴേ ജീവനോട് പറഞ്ഞതാ, ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അമ്മയുടെ പ്രസൻസ് ആവശ്യമെന്ന്. കുഞ്ഞിനെ അവൾ എടുത്തതിന് വഴക്കു പറഞ്ഞതോ പോട്ടെ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയാൻ പാടുണ്ടോ? ഇറങ്ങിപ്പോകാൻ എവളും. ഫാദറിന് കേൾക്കണോ? എപ്പോഴും എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോടി, നീ എന്റെ ഭാര്യയല്ല, എന്റെ കുട്ടിയെ തൊട്ട നിന്നെ തട്ടിക്കളയുന്നൊക്കെ പറയും ഫാദർ. ഇവർ രണ്ടുപേരും ജീവേട്ടന്റെ സൈഡാ. നിങ്ങളാ ജീവനെ വഷളാക്കുന്നത്. അയ്യോ, സ്നേഹം കൂടുമ്പോ മനുഷ്യൻ പൊസസീവാവും, പക്ഷെ അത് ഓവറാവരുത്. മേലിൽ ഇങ്ങനൊരു കാര്യത്തിന് എന്നെ ഇവിടെ വരുത്തരുത്. വരുത്തിയാൽ ഞാൻ തിരിച്ചു പോകുന്നത് കുഞ്ഞിനെയും കൊണ്ടായിരിക്കും. അതിനുള്ള അധികാരം എനിക്കുണ്ട്. മൈൻഡ് ഇറ്റ്. മനസ്സിലായോ എല്ലാവർക്കും? ശരി ഫാദർ. കുഞ്ഞിനെ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. അച്ഛനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടണോ? വിളിക്കണു. എനിക്ക് നിന്നെ വിശ്വാസം പോലെ ബസ് സ്റ്റാൻഡിലേക്കെന്ന് പറഞ്ഞ് സെമിത്തേരിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. കാഞ്ഞ വിത്താനി. താനും മോശമല്ല. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കേട്ടാ. ആ ഭദ്രകാളി എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു എന്ന് കരുതി ചേട്ടൻ ഇതെന്താ കളിക്കുന്നേ? അവൾ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. അവളുടെ മരണക്കുറിപ്പില് അവൾ എഴുതി വെക്കുന്ന ആദ്യത്തെ പേര് എന്റെ. ചേട്ടൻ ഇത്ര ഭീരുവാൻ പാടില്ല. അതേടാ, ചില കാര്യങ്ങളിൽ ഞാൻ ഭീരു തന്നെയാ. ഈ വയസ്സുകാലത്ത് കമ്പിയാൻ തന്നെ കിട്ടില്ല. പൗലോസേട്ടന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലേ? ഇല്ല, ഒരു മാറ്റവും ഇല്ല. നാട്ടിൽ ആരിയ്ക്കുന്നു അവിടെ? എന്റെ ഭാര്യ ഉണ്ടടാ കുഞ്ഞേലി. ഈ വയസ്സുകാലത്ത് ഞാനും അവളും കൂടി കൊത്തങ്കല് കളിച്ചിരുന്നോളാം. ഇനി ആരും എന്നെ തടയണ്ട. ഞാൻ പോവാ. ആര് തടയുന്നില്ലെന്ന് പോയി തന്നാ മതി. ഞാൻ പോവാന്ന്. എന്നാ പോ. ആ പോവാ. ഓരോ ഇയാളെ എന്നെ എന്തിനാ അടിച്ചത്? അയ്യോ, പൗലോസേട്ടൻ പോയാൽ ചപ്പാത്തിയും കറി ആരുണ്ടാക്കും? ചപ്പാത്തി കറിയില്ല. ബാക്കി മനസ്സിലായി. എന്നാ പോടാ അടുക്കളയിലേക്ക്. എന്നാ വരണോ? എന്നാ താൻ പോണ്ട. താൻ ആരെ കാണാനാണോ പോകുന്നത് അവരെയും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സിസ്റ്റർ. അയ്യോ കുഞ്ഞേലി, സന്തോഷായോ? തനിക്ക് ഈ ജീപ്പന്റെ നെഞ്ച് തുടക്കായിട്ടായിരുന്നില്ലേ? എന്താ പൗലോസ് അങ്ങനെ പറഞ്ഞ? നീ ഇപ്പൊ എന്തിനാ കുഞ്ഞേലി ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതാ കുറ്റമായി പോയതില്ലേ? എവിടെ ഇവിടെ നിങ്ങൾ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്ന രഹസ്യമുള്ള എനിക്കിപ്പോ അറിയണം. ഓഹോ, അപ്പൊ ഇവിടെ ഉള്ളത് ജാരസന്ധതയാണല്ലേ? തന്റെ എന്റെ പൊന്നു കുഞ്ഞേരി, ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മോള്. ആ ദുർബല നിമിഷം എപ്പോഴായിരുന്നു, എവിടെ വെച്ച്, എത്രാമത്തെ വയസ്സ്? പറയൂ പറയൂ പൗലോസ്, എന്നെ ക്ഷമ പരീക്ഷിക്കാൻ ഒന്നുമില്ല. എനിക്ക് ഇപ്പൊ അറിയണം. അവിടെ വിടത്തില്ല.
10-40 വർഷം ഇത് എന്നെ മാത്രം മനസ്സിൽ ചേർത്ത് ജീവിച്ച് എന്നോട് ഈ ചതി ചെയ്തല്ലോ ദുഷ്ട. ഇത് എന്റെ ആരോഗ്യത്തിന് വേണ്ടി 100 വീട് തണ്ടി വേളാങ്കണ്ണിക്ക് പോകാമെന്ന് നേർന്നവളാ ഞാൻ. 100ാമത്തെ വീട് ഇതായിക്കോട്ടെ എന്ന് കരുതി വന്നതാ. എന്നെ ചോദിച്ചില്ലേ? കുഞ്ഞേലിയാണ് സത്യം, ഞാൻ പിഴച്ചിട്ടില്ല. വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് ഇപ്പൊ അറിയണം എവിടെ ഞാൻ അറിയാത്ത നിങ്ങളുടെ രഹസ്യ മോള്. ഏതാ അപ്പച്ച ഈ ഭ്രാന്തി? ഭ്രാന്തിന്റെ മറ്റവളാ. പറയടി, എങ്ങനെയാടി നിന്റെ തള്ള എന്റെ കെട്ടുവിനെ മയക്കിയെടുത്തത്? എന്നോട് കളിക്കുന്ന ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ മോളോടൊത്ത് ഇനി ഒരു കുടുംബമായിട്ട് ശേഷിച്ചാലും ജീവിച്ചൂടെ കുഞ്ഞേലി? ആ, എന്തിനാ പൗലോസേ കുഞ്ഞേലി ഇങ്ങനെ പറ്റിക്കുന്നത്? നിങ്ങൾ പോലീസാണെങ്കിൽ ഞാൻ പൗലോസാട്ടോ. എല്ലാ സത്യവും ഞാൻ തുറന്നു പറയാൻ പോവാ. ഓ, അങ്ങനെ തുറന്നു പറയാൻ മാത്രം ഇവിടെ എന്ത് സത്യം ഉള്ളത് ശത്രു? എന്താ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാടാ. ഓടി. ദാ, ഇത് കണ്ടോ ഫോട്ടോ? ഇവളെന്റെ മകളല്ല, ഇവ കല്യാണം കഴിച്ചതാ. ഇവന്റെ ഭാര്യ ഇവള്. ഈ നടുക്കിരിക്കുന്ന കുട്ടി ഇവരുടേതാ. ദാ, ഞാൻ പറഞ്ഞ സത്യല്ലേ? ഇവിടെ വാടാ, വാടാ. അല്ല, അത് പിന്നെ എന്തോ ജീവേട്ട ഇത്? എല്ലാം എന്നെ കൊണ്ട് ജീവേട്ടൻ പറയിപ്പിച്ചതാ. എടീ. ഓ ജീവ, ഒരു കുഴപ്പമില്ല. നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കാണ്ടിരുന്നാ മതി. അത് തന്നെ. ഇല്ലേടോ തനിക്ക്? കല്യാണം കഴിക്കാൻ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ കെട്ടിയ പെണ്ണിനെയും ജനിപ്പിച്ച കൊച്ചിനെ നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാനും തന്നെ ഇടം വേണം. നീ പെണ്ണാണോടി കൊച്ചേ? ആണ് കഴുത്തി കെട്ടിയ താലി കൊണ്ട് പെണ്ണ് അവന്റെ അരയിലൊരു കെട്ട് കെട്ടണം. കെട്ടിന്റെ ഒരു അറ്റം പെണ്ണിന്റെ കയ്യിലിരിക്കണം. എന്നിട്ട് അതേ പിടിച്ചോണ്ട് ദേ ഇങ്ങനെ ആടിക്കളിക്കടാ കൊച്ചുരാമ, ആടിക്കളിക്കടാ കൊച്ചുരാമ എന്ന് കളിപ്പിക്കണം. അതാ പെണ്ണിന്റെ മിടുക്ക്. പിടിച്ചോണ്ട് പോടി കൊച്ചകത്തോട്ട്. ചേട്ടാ ശത്രു തന്നെ കാണിച്ചടാ മാപ്പിളേ. നന്നായിട്ട് പാടുവല്ലേ? പോലീസ് പാടും. ഞാൻ ഇന്ന് പോവാ. നിങ്ങൾ എന്ന് ആടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചു പൗലോ. ഞാൻ